വിദ്യാർത്ഥിനി മിഷേലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തി. IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സാക്ഷിയുമായി കൊച്ചി ഗോശ്രീ പാലത്തിലാണ് തെളിവെടുത്തത്. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി ക്രോണിനെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മിഷേലിന്റെ മൃതദേഹം കായലിൽ നിന്ന് ലഭിക്കുന്നതിന്റെ തലേദിവസം വൈകിട്ട് ഈ പെൺകുട്ടിയെ ഗോശ്രീ പാലത്തിൽ കണ്ടിരുന്നുവെന്ന് പുതുവൈപ്പ് സ്വദേശിയായ അമൽ വിൽഫ്രഡ് പോലീസിന് മൊഴി നൽകിയിരുന്നു. പെട്ടെന്ന് കാണാതായ പെൺകുട്ടിയെ തിരഞ്ഞു നോക്കിയെങ്കിലും പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുമായിരുന്നു മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സാക്ഷിയുമായി ക്രൈംബ്രാഞ്ച് ഗോശ്രീ പാലത്തിലെത്തി തെളിവെടുത്തത്. പെൺകുട്ടിയെ കണ്ട സ്ഥലവും മറ്റും അമൽ അന്വേഷണ സംഘത്തിന് കാണിച്ചുകൊടുത്തു. സംഭവം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും എല്ലാ സാധ്യതയും വിശദമായി പരിശോധിച്ചു വരികയാണെന്നും IG ശ്രീജിത്ത് പറഞ്ഞു. അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി ക്രോണിൻ അലക്സാണ്ടർ ബേബിയെ ക്രൈംബ്രാഞ്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ ശല്യം കാരണമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. യുവാവിന്റെ മൊഴികളുടെയും ഫോൺ രേഖകളുടെയും അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയായിരുന്നു പിറവം സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. മരണം ആത്മഹത്യ തന്നെയെന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് മിഷേൽ ഗോശ്രീ പാലത്തിന്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഫ്ളാറ്റ് സമുച്ചയത്തിലെ CCTVയിൽ നിന്ന് ലഭിച്ചത്. ഇതിനിടെ മരിച്ചുവെന്ന് അറിഞ്ഞിട്ടും ക്രോണിൻ മിഷേലിന് SMS അയച്ചതായും കണ്ടെത്തി. മിഷേലുമായി പ്രശ്നങ്ങളില്ല എന്ന് വരുത്തി തീർക്കാൻ ക്രോണിൻ ബോധപൂർവമാണ് ഇപ്രകാരം ചെയ്തത് എന്നാണ് പോലീസിന്റെ നിഗമനം. ക്രോണിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. പ്രതി മായ്ച്ചു കളഞ്ഞ സന്ദേശങ്ങൾ വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം. പിറവത്തെ വീട്ടിലെത്തി മിഷേലിന്റെ മാതാവ് സൈലമ്മയുടെയും ബന്ധുക്കളുടെയും മൊഴികൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുണ്ടറയിൽ ലൈംഗിക പീഡനത്തിനിരയായി പെൺകുട്ടി മരിച്ച സംഭവത്തിൽ അമ്മയുൾപ്പെടെ 9 പേർ കസ്റ്റഡിയിൽ. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് കുണ്ടറ CIക്ക് പിന്നാലെ SIയെയും സസ്പെൻഡ് ചെയ്തു. പെൺകുട്ടിയുടെ പേരിലുള്ള ആത്മഹത്യാക്കുറിപ്പ് വ്യാജമാണെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസം തന്നെ പെൺകുട്ടിയുടെ അമ്മയെയും ചില അടുത്ത ബന്ധുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അമ്മയ്ക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി അറിയാമെന്ന് പോലീസ് കരുതുന്നു. പക്ഷേ ഇവർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. പെൺകുട്ടിയുടെ സഹോദരിയെ കൌൺസിലിംഗിന് വിധേയമാക്കി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വത്സലയുടെ മൊഴിയെടുക്കുവാനും തീരുമാനമായി. കൊല്ലം റൂറൽ SP സുരേന്ദ്രൻ പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിശദമായി പരിശോധന നടത്തി അയൽവാസികളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഈ ടീമുകൾ മുഴുവൻ ഫീൽഡിലുണ്ട്. 10 ടീം തന്നെ 10 ടീമിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്നും തന്നെ പറയാറായിട്ടില്ല. അന്വേഷണം വളരെ കാര്യക്ഷമമായിട്ട് ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. 2 DYSPമാരുടെ നേതൃത്വത്തിൽ 10 ടീമായാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയ കുണ്ടറ CIക്ക് പിന്നാലെ SI രജേഷിനെയും തിരുവനന്തപുരം റേഞ്ച് IG സസ്പെൻഡ് ചെയ്തു. അതേസമയം പെൺകുട്ടിയുടേതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് വ്യാജമാണെന്നാണ് പരാതി. ഇക്കാര്യത്തിൽ ബന്ധുക്കളുടെ മൊഴി പരസ്പര വിരുദ്ധമാണ്. കുട്ടിയുടെ പഴയ നോട്ട്ബുക്കുകളും പരിശോധിക്കുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. പെൺകുട്ടിയുടെ അമ്മ ഉൾപ്പെടെ 9 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം കുണ്ടറയിൽ 10 വയസ്സുകാരി മരണപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. കൊല്ലം റൂറൽ SP, കൊല്ലം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവർക്കാണ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിലും ബാലാവകാശ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പ്രതി പൾസർ സുനിയുടെ അഭിഭാഷകനെ പോലീസ് ചോദ്യം ചെയ്തു. ആലുവ DYSP ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. രാവിലെ 10:30 ഏതാനും അഭിഭാഷകർക്കൊപ്പമാണ് സുനിയുടെ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ DYSP ഓഫീസിലെത്തിയത്. ചോദ്യം ചെയ്യൽ 2 മണിക്കൂറോളം നീണ്ടുനിന്നു. ഈ അഭിഭാഷകന്റെ ഓഫീസിൽ നിന്ന് പൾസർ സുനിയുടെ വസ്ത്രങ്ങളടങ്ങിയ ബാഗ് കണ്ടെത്തിയിരുന്നു. മറ്റു ചില തെളിവുകൾ കൂടി അഭിഭാഷകന് കൈമാറിയിരുന്നു എന്ന സുനിൽകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. പത്തനംതിട്ട റാന്നിയിലെ ബാലസദനത്തിലെ അന്തേവാസിയായിരുന്ന അമ്പിളി എന്ന 18 വയസ്സുകാരി ദുരൂഹ സാഹചര്യത്തിൽ 2 വർഷം മുൻപ് മരിച്ച സംഭവത്തിൽ പുനരന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടു. SFI ജില്ലാ നേതൃത്വം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുനരന്വേഷണത്തിന് ഉത്തരവായത്. 2015 ഫെബ്രുവരി 5-നായിരുന്നു പത്തനംതിട്ട റാന്നി പുല്ലൂപ്രം ബാലികാ സദനത്തിലെ അന്തേവാസിയായിരുന്ന അമ്പിളി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. രാവിലെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അമ്പിളി വൈകിട്ടോടെ മരണപ്പെടുകയായിരുന്നു. മരണത്തെക്കുറിച്ച് അന്ന് പോലീസ് കേസെടുത്തിരുന്നെങ്കിലും അന്വേഷണം നടത്താതെ അവസാനിപ്പിച്ചു. അതിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് SFI ജില്ലാ നേതൃത്വം നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പുനരന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവി R അശോകൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്
ഈ കുട്ടിയുടെ ശരീരത്ത് ഏതാണ്ട് 14ലധികം മുറിവുകളും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ രഹസ്യ ഭാഗങ്ങളിലടക്കം മുറിവുകൾ ഉള്ളതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഘട്ടം മുതൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ശേഖരിക്കുകയും ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി സംസ്ഥാന ഗവൺമെന്റും പോലീസും ഇത് ജാഗ്രതയോടെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SP പരാതി കൊടുക്കുകയും SP അതുമായി പരാതി കൊടുത്ത ഘട്ടം മുതൽ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്പിളിയുടെ മരണത്തെക്കുറിച്ച് പരാതിയൊന്നുമില്ലെന്ന് ബന്ധുക്കളിൽ നിന്നും അന്ന് പോലീസ് എഴുതി വാങ്ങിയിരുന്നു. എന്നാൽ പോലീസ് സർജൻ K. ശശികലയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അമ്പിളിയുടെ ശരീരത്തിൽ 14 മുറിവുകൾ ഉണ്ടായിരുന്നതായും ഗർഭപാത്രത്തിനടക്കം ക്ഷതമേറ്റിരുന്നതായും വ്യക്തമാക്കിയിരുന്നു. പെൺകുട്ടി ക്രൂരപീഡനത്തിനിരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടും പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. ഇലന്തൂർ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിനി കൂടെയായിരുന്ന അമ്പിളിയുടെ ദുരൂഹ മരണത്തിൽ ബാലികാ സദനത്തിലെ ചിലർക്ക് പങ്കുണ്ടെന്നാരോപിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലികാ സദനത്തിലേക്ക് മാർച്ചും നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വാർത്തകൾ തുടരുന്നു. ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റില്ലെന്ന് വ്യക്തമാക്കി നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജേക്കബ് തോമസിനെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട്. എന്നാൽ ആ കട്ടിൽ കണ്ട് പനിക്കേണ്ട. ജേക്കബ് തോമസിന് ചുവപ്പ് കാർഡ് കാണിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ അഴിമതികളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വാർത്തകൾ വരുന്നു. ജേക്കബ് തോമസിന് മുഖ്യമന്ത്രി ചുവപ്പ് കാർഡ് കാണിക്കണം. ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. ആ കട്ടിൽ കണ്ട് പനിക്കേണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ വ്യക്തമായ മറുപടി. ജേക്കബ് തോമസ് ആ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് ആ കട്ടിൽ കണ്ട് പനിക്കേണ്ടെന്നാണ്. ഇസ്രയേലുമായി ബന്ധമുള്ള സ്വകാര്യ കമ്പനിയുടെ പേരിൽ ജേക്കബ് തോമസ് തമിഴ്നാട്ടിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. രാജപാളയം താലൂക്കിലെ സേത്തൂർ വില്ലേജിൽ 36 സർവേ നമ്പറുകളിലായി അദ്ദേഹം വാങ്ങിക്കൂട്ടിയ 50 ഏക്കർ ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ 2017 അദ്ദേഹം സമർപ്പിച്ച അസറ്റ് ഡിക്ലറേഷനിൽ അദ്ദേഹം കാണിച്ചിട്ടില്ല സാർ. ഭരണസ്തംഭനത്തിന് മുഖ്യ ഉത്തരവാദി ജേക്കബ് തോമസ് ആണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. മാധ്യമ സൃഷ്ടികൾക്ക് പുറകെ പോകാനില്ലെന്നും വസ്തുതകൾ പരിശോധിച്ചു പറയാമെന്നും സർക്കാർ നിലപാടെടുത്തതോടെ പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തി. MR സജേഷ്, തിരുവനന്തപുരം. ജഗന്നാഥ ക്ഷേത്ര ഉത്സവത്തിന് ചുവപ്പ് വസ്ത്രമണിഞ്ഞെത്തിയവരെ ആക്രമിച്ച കേസിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആക്രമണം RSSന്റെ അസഹിഷ്ണുതയുടെ തെളിവെന്ന് P. ജയരാജൻ പറഞ്ഞു. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ചുവന്ന ഷർട്ടിട്ട് എത്തിയവർക്കെതിരെ RSS സംഘം നടത്തിയ ആക്രമണത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ജഗന്നാഥ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിയവരെയാണ് ചുവപ്പ് ഷർട്ടിട്ടതിന്റെ പേരിൽ RSS സംഘം ആക്രമിച്ചത്. പൂള ബസാറിലെ നിവേദിന്റെ പിഞ്ചുകുഞ്ഞ് ദക്ഷയുമടക്കം ആക്രമണത്തിനിരയായി. വൈശാഖ്, രാഗിൽ, അതുൽ, നിഖിൽ, ദീപൻ എന്നിവർ ആക്രമണത്തിൽ പരിക്കേറ്റ് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അസഹിഷ്ണുതയുടെ ആൾരൂപമാണ് RSS എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. അവർണന് പ്രവേശനം നിഷേധിച്ചിരുന്ന തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്ര പരിസരത്താണ് ആദ്യകാലത്ത് RSS ശാഖകൾ നടന്നിരുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കൊണ്ട് ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിച്ചത്. ഗുരുശിരയിട്ട ജഗന്നാഥ ക്ഷേത്ര ഉത്സവഘട്ടങ്ങളിൽ അഹിന്ദുക്കൾ ക്ഷേത്ര പരിസരത്ത് വരുന്നു എന്നാക്രോശിച്ചുകൊണ്ടാണ് അക്കാലത്തെ RSS ആക്രമണങ്ങൾ എല്ലാം നടന്നതെന്നും P. ജയരാജൻ പറഞ്ഞു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ഗുരുവചനങ്ങൾ ആലേഖനം ചെയ്ത ക്ഷേത്രം RSSന് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജഗന്നാഥ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് RSS നടത്തിയ കായിക ആക്രമണങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നും P. ജയരാജൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾക്കെതിരെ RSS നടത്തുന്ന ആശയാക്രമണങ്ങളുടെ ഭാഗമായാണ് ഈ കായികാക്രമണമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ജഗന്നാഥ ക്ഷേത്ര ഭരണം നടത്തുന്ന ജ്ഞാനോദയയോഗം തെരഞ്ഞെടുപ്പിൽ RSS പാനലിനെ ക്ഷേത്രവിശ്വാസികൾ ദയനീയമായി പരാജയപ്പെടുത്തിയതെന്നും P. ജയരാജൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വയനാട്ടിൽ വന്യജീവി മനുഷ്യ സംഘർഷം രൂക്ഷമായ വനാന്തര ഗ്രാമമായ ചെട്ടിയാലത്തൂരിന്റെ പുനരധിവാസത്തിന് വഴിയൊരുങ്ങുന്നു. പദ്ധതിക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം 11 കോടി രൂപ അനുവദിച്ചു. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ട വയനാട്ടിലെ 14 വനാന്തര ഗ്രാമങ്ങളിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഗ്രാമമാണ് ചെട്ടിയാലത്തൂർ. കർണാടകയിലെ ബന്ദിപ്പൂർ, തമിഴ്നാട് മുതുമല വന്യജീവി കേന്ദ്രങ്ങളുടെയും വയനാട് വന്യജീവി കേന്ദ്രത്തിന്റെയും മധ്യത്തിലുള്ള ഗ്രാമമാണ് ചെട്ടിയാലത്തൂർ. പദ്ധതി പ്രകാരം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 77 കുടുംബങ്ങൾ ഉൾപ്പെടെ 265 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സമഗ്ര വന്യജീവി ആവാസ വ്യവസ്ഥാ വികസന പദ്ധതി അനുസരിച്ചാണ് ഇപ്പോൾ 11 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ തുക അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.
വന്യജീവി മനുഷ്യ സംഘർഷം രൂക്ഷമായ 14 വനാന്തര ഗ്രാമങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ 80 കോടി രൂപയാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. പദ്ധതിയിൽ ഇതുവരെ 17.5 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. 5 വനാന്തര ഗ്രാമങ്ങളിൽ നിന്നായി 240 കുടുംബങ്ങളെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 2011 വനാന്തര ഗ്രാമങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി ആവിഷ്കരിച്ചത്. ന്യൂസ് ബ്യൂറോ, വയനാട്.